കഫാ ബിൽ മൗതി വാഇള. ഒരുത്തൻ ഉപദേശകനായിക്കൊണ്ട് മരണം മാത്രം മതി. ദുനിയാവിന് കൂടുതൽ ആഗ്രഹമുണ്ടോ? നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ സഹോദര. നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ 70-80 വർഷം കഴിഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിന്റെ മരണം അടുത്ത നിമിഷത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അടുത്ത നിമിഷത്തിലായിരിക്കും സഹോദര നിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യത്തഇദ് ബിൽ മൗതി ഫലാ വാഇദ ലഹു. ഒരാൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിൽ തഖ്വ വർദ്ധിക്കുന്നില്ലെങ്കിൽ, അവൻക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ലെങ്കിൽ, പരലോകത്തിനെ കുറിച്ച് പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത വരുന്നില്ലെങ്കിൽ, അവൻക്ക് മറ്റൊരു ഉപദേശകനില്ല, അവൻക്ക് മറ്റൊരു ഉപദേശവും ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, അസ്സഈദു മൻ വഅദ ബിഗൈരി. സൗഭാഗ്യമുള്ളവൻ, പരലോകത്തും ഇഹലോകത്തും സൗഭാഗ്യമുള്ളവൻ, നല്ല ജീവിതമുള്ളവന്റെ പ്രത്യേകത എന്താണ്? അവൻ ബാക്കിയുള്ളവരെ കൊണ്ട് ഉപദേശം ലഭിക്കുന്നവനാകും. എന്ന് പറഞ്ഞാൽ ഒപ്പമുള്ള ആളുകളുടെ മരണം, സുഹൃത്തുക്കളുടെ മരണം, കുടുംബക്കാരുടെ മരണം, മക്കളുടെ മരണം, അത് തന്റെ ജീവിതത്തിന് സ്വാധീനിക്കും. അതേ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. എന്താണ് സഹോദരങ്ങളെ കാരണം? ഒരു യാത്ര പോയതാണോ? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് യാത്ര പോയതാണ്. പരലോകത്തിലാണ് അവരുടെ ജീവിതം ഇപ്പോൾ ഉള്ളത്. സഹോദരങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, പ്രവാചകരെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. തീർച്ചയായിട്ടും മരണമെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കുന്ന ഒന്നാണ്. ഏത് മനുഷ്യനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് അതിന്റെ ദിവസത്തിലേക്ക് അടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് സഹോദരങ്ങളെ കാരണം? അവന്റെ അടുക്കൽ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് പകരമായി കൊണ്ടുവെക്കാൻ സാധിക്കുന്ന ഇബാദത്തുകളില്ല. അവന്റെ ഒഴിവു സമയങ്ങൾ ഹറാമുകളിലായിരുന്നു, വൃത്തികേടുകളായിരുന്നു. കണ്ണുകൊണ്ട് കണ്ട വൃത്തികേടുകൾ, ചെവി കൊണ്ട് കേട്ട വൃത്തികേടുകൾ, കൈകാലുകൾ കൊണ്ട് പ്രവർത്തിച്ച വൃത്തികേടുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യേണ്ട കൈകാലുകൾ കൊണ്ടതാ അവൻ ഹറാമുകളാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടാവുക, അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമുണ്ടാവുക, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുക?